പാലക്കാട് ചെറുപ്പുളശ്ശേരി തൂത ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റികളായ CPM പ്രവർത്തകരെ നിയമിച്ചതിന് ഹൈക്കോടതിയുടെ സ്റ്റേ. സജീവ CPM പ്രവർത്തകരായ 4 പേരെയാണ് പുതിയ ട്രസ്റ്റി ബോർഡ് ഭരണസമിതിയിൽ തെരഞ്ഞെടുത്തത്. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലാണ് 2 ആഴ്ചത്തേക്ക് നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പാരമ്പര്യേതര ട്രസ്റ്റികളായി സജീവ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ നിയമിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് തൂത ഭഗവതി ക്ഷേത്രത്തിൽ നിയമനം നടന്നത്. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലാണ് 2 ആഴ്ചത്തേക്ക് നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 56ഓളം പേരാണ് ട്രസ്റ്റി ബോർഡ് ഭരണസമിതിയിലേക്ക് അപേക്ഷിച്ചത്. ഇതിൽ 12 പേർ സജീവ CPM പ്രവർത്തകരായിരുന്നു. തുടർന്ന് അഭിമുഖത്തിൽ 22 പേർ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ പാർട്ടി പ്രവർത്തകരെ തിരഞ്ഞെടുത്തെന്നാണ് പരാതി. ട്രസ്റ്റി ബോർഡ് അഭിമുഖത്തിൽ പങ്കെടുത്ത പലരും സജീവ പാർട്ടി പ്രവർത്തകരാണെന്നും മറ്റു ചിലർ മുൻ ഭരണസമിതി നടത്തിയ അഴിമതിക്കെതിരായ രേഖകൾ നശിപ്പിക്കാൻ ക്ഷേത്രമടച്ച സമയത്ത് ഓഫീസിൽ കയറിയതിന് തെളിവുകളുണ്ടെന്നും കാണിച്ച് ഡിവിഷണൽ ഇൻസ്പെക്ടർക്കും മലബാർ ദേവസ്വം ബോർഡിലും ക്ഷേത്രരക്ഷാ സമിതി പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത പരാതികൾ പരിഗണിച്ച് ഡിവിഷണൽ ഇൻസ്പെക്ടർ കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ട് പോലും പരിഗണിക്കാതെയാണ് ട്രസ്റ്റി ബോർഡ് നിയമനം നടന്നതെന്നും പരാതിക്കാർ പറയുന്നു. ഇതേ ക്ഷേത്രത്തിൽ ഭൂമി കയ്യേറി CPMന്റെ പാർട്ടി ഓഫീസിലേക്ക് വഴി നിർമ്മിച്ച സംഭവത്തിലും മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ജനം TV ആയിരുന്നു കയ്യേറ്റം സംബന്ധിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ക്ഷേത്രത്തിന് സമീപത്തെ പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു വഴി ഉണ്ടായിട്ടും ക്ഷേത്രഭൂമി കയ്യേറി വഴി വെട്ടുകയായിരുന്നു. ഇതിനെതിരെ ക്ഷേത്ര രക്ഷാസമിതി സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ്. ക്ഷേത്രഭൂമി സംരക്ഷിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ടെന്നും പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് ക്ഷേത്രഭൂമി ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെയാണ് ട്രസ്റ്റി നിയമനത്തിലും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജനം, പാലക്കാട്.